പ്രൈസ് ജനറേഷൻ കൂട്ടായ്മയിൽ വരുന്ന ഒരു പെൺകുട്ടിയുടെ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ ആഴ്ചയിൽ നടന്നതാണ്. അവൾ വളരെ വിഷമങ്ങളിലൂടെ പോകുന്നൊരു പെൺകുട്ടിയാണ്. അവളുടെ ഭർത്താവ് മരിച്ചുപോയി. ഒരു മോളേ ഉള്ളൂ. അവൾക്ക് 14 വയസ്സ്. അവൾക്ക് ഒരു സൈക്കിൾ വേണമായിരുന്നു. കാരണം ട്യൂഷന് അതിരാവിലെ ഇരുട്ടോടെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റോളം നടക്കണം. ഈ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ ഇങ്ങനെ വിടുന്ന വളരെ സങ്കടമാണ്. അപ്പോൾ ഈ അമ്മ അവൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഒരത്ഭുതം ചെയ്യണേ. എൻ്റെ കുഞ്ഞിനെ എപ്പോഴും ഇങ്ങനെ ഇരുട്ടത്ത് നടന്നവൾ പോകുന്നു. അതിരാവിലെ എഴുന്നേറ്റ് അവൾ പോകുന്നു. രാത്രി ലേറ്റായിട്ട് വരുന്നു. കർത്താവിൻ്റെ കാവൽ വേണം. അവൾക്കൊരു സൈക്കിൾ വേണം കർത്താവ്. ഈ അമ്മ പ്രാർത്ഥിച്ചു. 2 ദിവസത്തിനുള്ളിൽ റോട്ടറി ക്ലബിൻ്റെ മാഡം വിളിച്ചിട്ട് പറയുകയാണ്, മോളെ നിൻ്റെ മോക്ക് വേണ്ടി ഞങ്ങളൊരു സൈക്കിൾ വാങ്ങി വെച്ചിട്ടുണ്ട്, വന്ന് എടുത്തുകൊണ്ട് പോകണം. ഇത് ആരും അറിയണ്ട, ഇത് ഞങ്ങളുടെ സന്തോഷത്തിൽ നിന്ന് തരികയാണ്. നോക്കണം, പ്രാർത്ഥനയുടെ മറുപടികൾ, ഓരോരോ മറുപടികൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചാൽ മറുപടിയുണ്ട്, ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെ ഈ ചെറിയ കാര്യം, ഒരു സൈക്കിളല്ലേ, അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണത്, ഏറ്റവും വലിയ ആവശ്യമാണത്. ഇതുപോലെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ എല്ലാറ്റിലും അപേക്ഷയാലും യാചനയാലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടെ അറിയിച്ച് പ്രാർത്ഥിച്ച് മറുപടികൾ കാണാൻ കർത്താവ് കൃപ തരട്ടെ. നിങ്ങളെ എല്ലാം ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ, ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ, മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്തുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് ജീസസ് എവരിഡേയിലൂടെ പങ്കുവെച്ച് മറ്റുള്ളവർക്കും അനുഗ്രഹമാകാൻ ഇടയാകട്ടെ. നമുക്ക് യേശുവിനെ, നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാം. തിന്മയായതെല്ലാം നന്മയാക്കി മാറ്റിയല്ലോ, എൻ ജീവനിൽ അതിശയം ചെയ്തവനേ, ചെയ്തവനേ, ഹല്ലേലൂയ പാടും ഞാൻ, ഹല്ലേലൂയ പാടും ഞാൻ, ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ, യേശുവിനെ. തിന്മയായതെല്ലാം നന്മയാക്കി മാറ്റിയല്ലോ, എൻ ജീവനിൽ അതിശയം ചെയ്തവനേ, ചെയ്തവനേ, ഹല്ലേലൂയ പാടും ഞാൻ, ഹല്ലേലൂയ പാടും ഞാൻ, ആരാധിച്ചു
പ്രാർത്ഥന എന്ന പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിൽ അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. അതായത് യോഹന്നാൻ 17-ാം അധ്യായം 20-ാം വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. പിതാവേ, ഇവർ വചനം പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടു വരാൻ പോകുന്ന വ്യക്തികളെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതായത് അന്ന് യേശു പ്രാർത്ഥിച്ച കൂട്ടത്തിൽ നമ്മളെല്ലാം പെട്ടു. കാരണം ഈ അപ്പോസ്തലന്മാരുടെ വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ടവരാണ് നാം. അതായത് ഒന്നുകൂടി പറയാം, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനുള്ളവർക്കും വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ഇന്ന് കാണുന്ന ഈ ഉണർവും ജനങ്ങളെല്ലാം രക്ഷിക്കപ്പെടാനൊക്കെ കാരണം പത്രോസിൻ്റെയും പൗലോസിൻ്റെയൊക്കെ ലേഖനങ്ങളും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ സുവിശേഷങ്ങളൊക്കെയാണ് കാരണം. ഇന്ന് ഭൂമി മുഴുവനും യേശുവിൻ്റെ അനുയായികളെ കൊണ്ട് നിറയുന്നതിൻ്റെ കാരണം, അത്ഭുതങ്ങൾ അടയാളങ്ങളും പെരുകുന്നതിൻ്റെ കാരണം ഒരു കൂട്ടം ശിഷ്യന്മാർ, അവർക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല. അവർ യേശുവിനെ പിടിച്ചപ്പോൾ ഇറങ്ങി ഓടിയവരൊക്കെയാണ്. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ വന്ന വലിയ രൂപാന്തരത്തിലൂടെ അവർ എഴുതിയ വചന വെളിപ്പാടുകൾ, അവരെഴുതിയ സത്യങ്ങൾ, അത് കേട്ട് വിശ്വസിച്ച എല്ലാവരും ദൈവമക്കളായി മാറി. യേശുവിൻ്റെ ഒരൊറ്റ പ്രാർത്ഥനയാണ്, കർത്താവേ, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക്. അതായത് 1-ാം നൂറ്റാണ്ടിൽ ഏകദേശം AD 4-ാം നൂറ്റാണ്ടോടുകൂടി സഭ പതുക്കെ 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 ഇല്ലാതെയായി. പീഡനവും പിന്നെ തെറ്റായ വിഗ്രഹാരാധന ദേവാലയത്തിൽ അല്ലെങ്കിൽ സഭയ്ക്കകത്ത് വന്ന് കയറിയതും, അവരാചരിച്ചിരുന്ന പഴയ ആചാരങ്ങൾ ദേവാലയത്തിലേക്ക്, സഭയിലേക്ക് കൊണ്ടുവന്ന് ഉപദേശത്തിൽ മാറ്റങ്ങൾ വന്നപ്പോൾ സഭ പിന്മാറ്റത്തിൽ പോയി, ദൈവശക്തി ഇല്ലാതെയായി മാറി. 4-ാം നൂറ്റാണ്ടോടുകൂടി സഭ ഇല്ലാതെയായി, ഒരു ഇരുണ്ട യുഗത്തിലേക്ക് പോയി. ദൈവവചനത്തിൽ മായം കലർത്തിയാൽ, ദൈവവചനത്തോട് വേറെ എന്തെങ്കിലും ചേർത്താൽ പിന്നെ ദൈവവചനത്തിൻ്റെ ശക്തി പൂർണ്ണ അളവിൽ നിലനിൽക്കില്ല. നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്! കറയില്ലാത്ത ദൈവവചനം, ആ വചനം നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നു. കാലങ്ങൾ കടന്നുപോയി. 1600-ാം ആണ്ടൊക്കെ എത്തിയപ്പോൾ മാർട്ടിൻ ലൂതർ റോമാലേഖനം വായിച്ചു. പൗലോസിൻ്റെ വചനത്താൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള വാക്യമെല്ലാം എടുത്ത് പൗലോസ് എഴുതിയ റോമാലേഖനം വായിച്ച് ഒരു കത്തോലിക്ക പുരോഹിതൻ മാർട്ടിൻ ലൂതർ വിശ്വാസത്തിൽ വന്നു. പിന്നീട് അവിടെ നിന്ന് വിശ്വാസത്താൽ നീതീകരണമെന്ന ഒരു വിഷയത്തിൽ ഒരു തലമുറ തന്നെ എഴുന്നേറ്റ് വന്നു. 2000 ആണ്ടായപ്പോഴേക്കും ഭയങ്കരമായി ക്രിസ്തീയ സമൂഹം ആർത്തു വളർന്നു. ഇതാ ഇപ്പോൾ 2025-ലെത്തിയ ഓരോ വ്യക്തികളും കാണുന്നത് ലോകത്തെ മുഴുവനും സുവിശേഷം എന്ന വചനം കീഴടക്കിയാണ്. പത്രോസിൻ്റെ ലേഖനം, പൗലോസിൻ്റെ ലേഖനം, വെളിപ്പാട് പുസ്തകം, ഓരോ ലേഖനങ്ങളിലും പറയുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, പിതാവിനെ കുറിച്ചുള്ള, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ശരിയായ സത്യവചനങ്ങൾ ആര് ഹൃദയത്തിലെടുക്കുമോ അവർ മാറി മറിയും, അവരുടെ ജീവിതം മാറും. യേശു അന്നേ പ്രാർത്ഥിച്ചു, പിതാവേ, ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല അപേക്ഷിക്കുന്നത്, ഇവര് നാളെ വചനം പറയും, ആ വചനത്താൽ രക്ഷിക്കപ്പെടുന്ന ജനങ്ങൾ, വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർ. അപ്പോൾ ഈ വചനങ്ങൾ കേട്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവ് അന്നേ പ്രാർത്ഥിച്ചു. എനിക്ക് നിങ്ങൾക്കും വേണ്ടി അന്നേ കർത്താവ് പ്രാർത്ഥിച്ചു. കർത്താവിന് ഉറപ്പായിരുന്നു, എന്താണ്, യേശു ഇവിടുന്ന് പോയാലും സുവിശേഷം നിലനിൽക്കുമെന്ന്. ആകാശവും ഭൂമിയും മാറും, എൻ്റെ വചനം ഒരു നാൾ ഉതിർന്നു പോകില്ലെന്ന് യേശു പറഞ്ഞു.
മാത്രമല്ല ആ മറിയ പരിമള തൈലം പൊട്ടിച്ചൊഴിച്ചപ്പോൾ എന്തിനിത്രയും വലിയ ചെലവെന്ന് യൂത ഉൾപ്പെടെ ഒത്തിരി പേരവിടെ വിമർശിച്ചപ്പോൾ അവളെ വെറുതെ വിടാൻ യേശു പറഞ്ഞു, ഇവൾ എൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി അഡ്വാൻസായിട്ട് ഈ പരിമള തൈലം പൂശിയതാണ്. മാത്രമല്ല സുവിശേഷം ഭൂമി മുഴുവനും പ്രസംഗിക്കപ്പെടുമ്പോൾ ഇവൾ ചെയ്തതും പ്രസംഗിക്കപ്പെടും. കർത്താവിന് ഉറപ്പാണ്, ഇവൾ ചെയ്തത് പ്രസംഗിക്കപ്പെടും. വചനം പ്രസംഗിക്കപ്പെടും, ഭൂമി മുഴുവനും പ്രസംഗിക്കപ്പെടും. യേശുവിനെ അന്നേ അറിയാം. യേശു വന്ന് സ്ഥാപിച്ച ഈ മാർഗം ഇടക്ക് വെച്ച് തീരുന്നതല്ല. വോൾട്ടയർ എന്ന നിരീശ്വരവാദി ഒരിക്കൽ ഇങ്ങനെ വെല്ലുവിളിച്ചു. ചില വർഷങ്ങൾ കഴിയുമ്പോൾ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ, എനിക്ക് തോന്നുന്നു 1800 ആണ്ടിൽ ജീവിച്ചിരുന്ന വോൾട്ടയർ, അദ്ദേഹം പറഞ്ഞു, ഒരു 100 വർഷത്തിനുള്ളിൽ ഈ പുസ്തകം ഏതെങ്കിലും ഒരു മ്യൂസിയത്തിൻ്റെ മൂലയിലുള്ള ഒരു ചരിത്ര പുസ്തകമായി മാറുമെന്ന് അദ്ദേഹം പരിഹസിച്ചു. എന്നാൽ ബൈബിൾ സൊസൈറ്റി വോൾട്ടയറുടെ കൊട്ടാര തുല്യമായ വീട് വിലക്കെടുത്തിട്ട് ലോകരാജ്യങ്ങളിലെ പലതരത്തിലുള്ള ബൈബിളുകൾ അതിൽ അടുക്കി വെച്ചു. ആര് ഈ ബൈബിൾ ഇല്ലാതെയാകുമെന്ന് പറഞ്ഞു, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെയും വിലക്കെടുക്കാൻ ബൈബിളിന് കഴിഞ്ഞു. ആ സുവിശേഷം ഇല്ലാതെയാകുമെന്ന് പറഞ്ഞു, അവരുടെ മുൻപിൽ വെച്ച് സുവിശേഷം ആർത്തു വളർന്നു. സുവിശേഷത്തോട് മാത്രം കളിക്കാൻ ആർക്കും കഴിയില്ല. കാരണം യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. അപ്പൊ ദൈവവചനം യെശയ്യാവിൽ പറയുന്നു, ഞാൻ അയച്ച വചനം അതിൻ്റെ കാര്യം സാധിക്കാതെ മടങ്ങി വരില്ല. ദൈവവചനം വിതച്ചാൽ അതിന് 100 മേനി വിളവ് ഉറപ്പാണ്. ദൈവവചനം നാം വിതയ്ക്കണം. ഈ അപ്പോസ്തലന്മാരെല്ലാം ദൈവവചനത്തിന് വേണ്ടി ജീവിതം കൊടുത്തു. അവർ വചനത്തിലായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ എത്തിയപ്പോൾ സഭ വളർന്നു, 5000-ത്തിലധികം പേരുണ്ട്. എന്നാൽ ആൾക്കാരിങ്ങനെ വന്നപ്പോൾ ഇവരെല്ലാം അടുക്കളയിൽ നിന്ന് ഭയങ്കര പരിപാടിയാണ്. എല്ലാവർക്കും തിന്നാനും കുടിക്കാനും ഒക്കെ ഇവരാണ് കാര്യം ചെയ്യുന്നത്. ഇവരുടെ വിചാരം ഇവരെ വെച്ച് വിളമ്പിയാലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. ഇവരിങ്ങനെ കാര്യങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യമായിട്ട് കണ്ടത് എല്ലാവരെയും സൽക്കരിക്കുന്നതാണ്. പെട്ടെന്ന് അവരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായി. യവനക്കാരും യഹൂദന്മാരും തമ്മിൽ അവിടെ ഒരു വ്യത്യാസ സംസാരം വന്നു. അതുവരെ എല്ലാവരും ഒന്നായിട്ടേ കണ്ടത്, എന്നാൽ അവർ തമ്മിൽ ഒരു ഇടർച്ച വന്നു. ഉടനെ അപ്പോസ്തലന്മാരിങ്ങനെ പറഞ്ഞു, നിങ്ങൾ 7 പേരെ തിരഞ്ഞെടുത്തോ, നല്ല സാക്ഷ്യമുള്ള, ജ്ഞാനമുള്ള, അതായത് വചനമുള്ള, ആത്മനിറവുള്ള 7 പേരെ തിരഞ്ഞെടുത്തോ. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഊറ്റിരിക്കും. അവർക്ക് മനസ്സിലായി പ്രശ്നങ്ങൾ തലപൊക്കാൻ കാരണം വചനത്തിൻ്റെ കുറവാണ്, പ്രാർത്ഥനയുടെ കുറവാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വചനം കൊടുക്കും. ആ വചനം കർത്താവിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് കൊടുക്കും. പ്രാർത്ഥന എന്തിനാണ്? കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ. കർത്താവിൽ നിന്ന് വചനം പ്രാപിക്കുക, ജനത്തിന് കൊടുക്കുക. അവരതിൽ ഉറ്റിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 6-ൽ നമുക്കത് കാണാം. പിന്നീട് നമ്മൾ വായിക്കുന്നു, വചനം പരന്നു, വിശ്വസിച്ചവരുടെ കൂട്ടം വളരെയധികമായി. പുരോഹിത വർഗങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടു വന്നു. സ്തെഫാനോസ് അവരുടെ ഇടയിൽ എഴുന്നേറ്റ് അസാധാരണ വീര്യപ്രവർത്തികൾ ചെയ്തു. അത്ഭുതങ്ങൾ പെരുകി, അടയാളങ്ങൾ പെരുകി. കാരണം വചനം പെരുകി. വചനം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച സാക്ഷാൽ വചനം വർദ്ധിച്ചാൽ അത്ഭുതങ്ങൾ വർദ്ധിക്കും, സഭ വലുതാകും, സമ്പത്ത് വലുതാകും, ആരോഗ്യം വലുതാകും. നമുക്ക് വേണ്ടത് ദൈവവചനമാണ്. പിതാവേ, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവർ പറയുന്ന വചനത്താൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ അപേക്ഷിക്കുന്നു. യേശുവിന് ഉറപ്പാണ്, ഈ മീൻപിടുത്തക്കാരുടെ വായിൽ, സാമാന്യരും പഠിപ്പില്ലാത്തവരുടെ വായിൽ ഞാൻ കുറേ വചനം ഏൽപ്പിക്കുന്നുണ്ട്. ആ വചനം ലോകം മുഴുവനും ചലിപ്പിക്കുന്നതായി മാറട്ടെ. പിന്നത്തേതിൽ ശൗല്
മാനസാന്തരപ്പെട്ട് അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനായി തീർന്ന പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ സംസാരിക്കേണ്ടതുപോലെ വാ തുറക്കുമ്പോൾ വചനം എൻ്റെ വായിൽ വരേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വചനമാകില്ല. ഞാൻ കഥ പറഞ്ഞാൽ വചനമാകില്ല. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് എൻ്റെ വായിലൂടെ പറയാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ വചനം നിറഞ്ഞവർ, വചനം പ്രാപിച്ചവർ, വചനത്തിൽ നടന്നവർ, അവരുള്ള കാലത്തെല്ലാം അത്ഭുതങ്ങൾ പെരുകി. അവർ പോകുന്ന നിഴല് പോലും അത്ഭുതമായി. അവരുടെ വസ്ത്രം തൊട്ടവർ പോലും സൗഖ്യമായി. വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടായിരിക്കണം നമ്മുടെ വീട്. അതുകൊണ്ട് സങ്കീർത്തനം 45 പോലെ എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ പോലെയാണ്. ഹൃദയം മുഴുവനും നിറഞ്ഞു കവിയുന്നതാണ് വായി സംസാരിക്കുന്നത്. നിറയ്ക്കുക. ഈ ദിവസങ്ങളിൽ ജോസഫ് ക്ഷാമകാലത്ത് പാണ്ഡികശാല നിറച്ചതുപോലെ നമുക്ക് കിട്ടുന്ന സമയത്ത്, നിറക്കാൻ പറ്റുന്ന സമയത്ത്, ഒരു ക്ഷാമം വരുന്നതിന് മുമ്പാണ് അദ്ദേഹം പാണ്ഡികശാല നിറച്ചത്. ഇപ്പോൾ എല്ലാ ദിവസവും ജീസസ് എവരിഡേ നിങ്ങൾ കേൾക്കുകയാണ്. ഇതുപോലെ ഒത്തിരി വചനങ്ങൾ നിങ്ങൾ നിറക്കുക. ഒരു ക്ഷാമകാലം വന്നാൽ ഒത്തിരി പേർക്ക് ഇത് കൊടുക്കാം. വചനമില്ലാത്ത, വചനത്തിൻ്റെ ക്ഷാമമുള്ള ജനങ്ങളുണ്ട്. വചനമില്ലാതെ നശിച്ചു പോകുന്നവരുടെ ഇടയിൽ നമുക്ക് ഇതെടുത്തു കൊടുക്കാൻ കഴിയും. ദൈവവചനം നിറക്കുന്ന ഒരു വ്യക്തി എവിടെ പോയാൽ ആ വ്യക്തിക്ക് തിരക്കായിരിക്കും. നിങ്ങൾ ദൈവവചനം സംസാരിക്കാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കണം. കർത്താവ് അതിനുള്ള കൃപ തരും. ആഗ്രഹിക്കുക. വചനം പറയാനുള്ള ഒരു പ്രത്യേക കൃപ. വചനം പ്രാപിച്ച് വചന ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ, വചനം മറ്റുള്ളവരോട് പറയാൻ എല്ലാവർക്കും കർത്താവ് വിശേഷമായ കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ദൈവവചനത്തിൻ്റെ ആ റീമ വാക്കുകൾ, കർത്താവിൽ നിന്ന് പ്രാപിച്ച വചനങ്ങൾ, എഴുതിയ ലോഗോസ് മാത്രമല്ല, അതിനകത്തുനിന്ന് മർമ്മങ്ങൾ ഗ്രഹിച്ച് ഈ തലമുറയിൽ ജനങ്ങൾക്ക് കൊടുക്കുവാൻ, അന്നന്ന് വേണ്ട ആഹാരം കൊടുക്കുവാൻ, ഓരോ ദിവസവും പുതിയ മന്ന കൊടുക്കുവാൻ ഈ മക്കൾക്കൊരു പ്രത്യേക കൃപ കൊടുക്കണമേ. ഓരോ ദിവസവും പ്രാർത്ഥനയിലിരുന്ന് പ്രാപിച്ചത് എന്ന് പറയുന്നത് ഇവരുടെ കയ്യിലുണ്ടാകട്ടെ. അനേകർക്കത് കൊടുക്കുവാൻ അവരെ പ്രാപ്തരാക്കും. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനങ്ങൾ കേൾക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവേ, അങ്ങേക്കുറപ്പായിരുന്നല്ലോ വചനത്തിൽ വിശ്വസിച്ച് ജനങ്ങൾ വിടുവിക്കപ്പെടുമെന്ന്. ഞങ്ങൾ പറയുന്ന വചനങ്ങൾ അനേകർക്ക് വിശ്വാസമായി തീരട്ടെ, ഉപകാരമാകട്ടെ, സൗഖ്യമാകട്ടെ. ഇതിന്ന് കേട്ടവർക്കെല്ലാം വിടുതലുണ്ടാകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, പുതുവഴികൾ തുറക്കട്ടെ, പുതുവാതിലുകൾ തുറക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. വിശ്വസിക്കുക. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ വിശ്വാസം സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ, വ്യാഴാഴ്ച രാവിലെ 10:30 നമുക്ക് പ്രൈസ് ജനറേഷനിൽ വെച്ച് ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. കടന്നു വരാൻ താല്പര്യമുള്ളവർ വരിക. നാളെ ജീസസ് എവരിഡേ രാവിലെ നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.